പ്രവേശിക്കുന്ന ആദ്യത്തെ ദിവസമാണ് ഓശാന ഞായറാഴ്ച. ഈ ഓശാന ഞായറാഴ്ചയിലെ അത്ഭുത പ്രവർത്തനം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. 4 സുവിശേഷങ്ങളിലും ഒരുപോലെ രേഖപ്പെടുത്തിയപ്പെട്ടിരിക്കുന്നതാണ്. നമുക്ക് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിലും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിലും അതുപോലെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലും ഈ യെരൂശലേം ദേവാലയത്തിലേക്കുള്ള മഹത്വകരമായ പ്രവേശനത്തെ സൂചിപ്പിക്കുന്ന സംഭവങ്ങൾ നമുക്ക് വായിക്കാം. പ്രധാനപ്പെട്ടതായ പ്രമേയം ഓശാന എന്ന് പറയുന്നതാണ്. ഓശാന എന്ന് പറയുന്നത് സേവ് നൗ, ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കുക എന്നുള്ളതാണ് ആ വാക്കിന് അർത്ഥം. സങ്കീർത്തനങ്ങളിലെ 118, 69, 12 ഈ 3 സങ്കീർത്തനങ്ങളിലും കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറയുന്നിടത്ത് എബ്രായ ഭാഷയിൽ ഹോശാന എന്ന് പറയുന്നു. എന്നാൽ ഇവിടെ ആ വലിയ രക്ഷയ്ക്ക് വേണ്ടി യേശുക്രിസ്തു വരുന്നതിൻ്റെ സംഭവമാണ് നാം ഓർക്കുന്നത്. ഒലിവുമല അരികെ ബെത്ഫാഗയിലാണ് ഈ സംഭവം. ബെത്ഫാഗ എന്ന വാക്കിനർത്ഥം തന്നെ അത്തിപ്പഴത്തിൻ്റെ വീട് എന്നുള്ളതാണ്. ബഥനി എന്ന് പറയുന്നതും ഈന്തപ്പഴത്തിൻ്റെ ഭവനം എന്ന് പറയുന്നത് പോലെ തന്നെ ഈ സംഭവം ഒരു പ്രവചന നിവൃത്തിയായിട്ടാണ് നാം വായിക്കുന്നത്. സക്കറിയ പ്രവചനം 9-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിക്കുക, യെരൂശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവരുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു എന്നുള്ളത് നിന്റെ രാജാവ് കഴുതപ്പുറത്ത് കയറി വരുന്നു എന്ന് യെരൂശലേമിനോട് പറയുന്ന സക്കറിയ പ്രവാചകന്റെ പ്രവചനം യേശുക്രിസ്തുവിൽ നിവൃത്തിയായതാണ് ഈ ഹോശാന എന്ന് പറയുന്ന സംഭവം. കളങ്കമില്ലാത്ത, ഊനമില്ലാത്ത ആട്ടിൻകുട്ടി, സുഖം വയ്ക്കാത്തതായ പശുക്കിടാവ്, ഇതെല്ലാം ദൈവസന്നിധിയിൽ എപ്പോഴും ഊനമില്ലാത്തവരെ സമർപ്പിക്കുന്നത് അത് വിശുദ്ധിയുടെ ലക്ഷണം, ശുദ്ധീകരണത്തിൻ്റെ ലക്ഷണമായിട്ടാണ്. 1-ാമത്തെ ശമൂവേലിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ നുകം വയ്ക്കാത്ത പശുക്കൾ ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം വലിക്കണം എന്ന് പ്രത്യേകമായി നിർദ്ദേശിക്കുന്നുണ്ട്. ഏതും അതിൻ്റെ ആരംഭം മുതലേ അഥവാ അതിൻ്റെ ജനനം മുതൽ തന്നെ ദൈവത്തിനായി വേർതിരിക്കുന്നത് വിശുദ്ധമാകുന്നു എന്നുള്ളതുകൊണ്ട് 1000 കയറിയിട്ടില്ലാത്ത കഴുതക്കുട്ടിയെ കൊണ്ടുവരുവാൻ പറയുന്നത് താൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ വിശുദ്ധമായ ഒരു പ്രവേശനമാണ് യെരൂശലേമിലേക്ക് ഉള്ളത്, ദൈവത്തിൻ്റെ നഗരമായ യെരൂശലേമിലേക്കുള്ളത്. ഈ സമയത്ത് ജനങ്ങളെല്ലാം അവിടെ, പ്രത്യേകിച്ച് ആരുമൊന്നും അവരോട് പറയുന്നില്ല. കഴുതക്കുട്ടിയെ കൊണ്ടുവരുവാനായിട്ട് ശിഷ്യന്മാരോട് പറയുന്നു. കഴുതക്കുട്ടിമേൽ കയറി കർത്താവ് വരുമ്പോൾ ആളുകളെല്ലാം അവിടെ സുലഭമായി കിട്ടുന്ന ഈന്തപ്പനയുടെ ഓലകളും അതുപോലെ തന്നെ ഒലിവ് വൃക്ഷം അവിടെ വളരെയധികം ഉള്ളതാണ്. ആ ഒലിവ് വൃക്ഷത്തിൻ്റെ തണ്ടുകളെല്ലാം താഴേക്ക് തന്നെ കിടക്കുന്നതാണ്. പലസ്തീൻ നാട് കണ്ടിട്ടുള്ളതെന്നറിയും. അപ്പോൾ അതെല്ലാം ഒടിക്കാൻ വളരെ എളുപ്പമാണ്. ഇതെല്ലാം ഒടിച്ച് വടിയിൽ വെറുതെ കർത്താവിനെ എതിരേൽക്കുകയാണ്. ഇത് 2 രാജാക്കന്മാരുടെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിലാണ് നാം ആദ്യമായിട്ട് ഒരു രാജാവിനെ ഈന്തപ്പനയുടെ ഓലകളും ഒരു വൃക്ഷത്തിൻ്റെ ശാഖകളും കൊണ്ട് എതിരേൽക്കുന്നതായിട്ട് യേഹൂ എന്ന് പറയുന്ന രാജാവിനെ എതിരേൽക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. എന്നാൽ മക്കാബിയരുടെ പുസ്തകം, 2-ാമത്തെ മക്കാബിയരുടെ പുസ്തകം 10-ാം അധ്യായം 7-ാം വാക്യത്തിലും 1-ാമത്തെ മക്കാബിയരുടെ പുസ്തകം 13-ാം അധ്യായം 51-ാം വാക്യത്തിലും കുരുത്തോലകൾ മാത്രമല്ല പൂക്കളും വിതറി സ്വീകരിക്കുന്നതായ സൈമൺ മക്കാബിയെ സ്വീകരിക്കുന്നത് നമ്മൾ കാണുന്നു. മക്കാബിയുടെ പുസ്തകത്തിൽ നിന്നാണ് ഈ പൂക്കളുടെ പാരമ്പര്യം വന്നത്. സുവിശേഷത്തിൽ കുരുത്തോലകളും ഈന്തപ്പനയുടെ ഓലകളും അതുപോലെ ഐറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു വൃക്ഷത്തിൻ്റെ
അമ്പുകളും ഒക്കെ പിടിക്കുന്നതേ ഉള്ളൂ. എന്നാൽ മക്കാബിയുടെ പുസ്തകത്തിൽ സൈമൺ മക്കാബി അന്ത്യോഖ്യസ് എപ്പിഫാനസിനെയും കൂട്ടരെ ഓടിച്ചു വിട്ടതിന് ശേഷം യെരൂശലേം ദേവാലയം പുനഃപ്രതിഷ്ഠിക്കാനായിട്ട് വരുന്ന സൈമൺ മക്കാബിയെ ജനം എതിരേൽക്കുമ്പോഴാണ് പൂക്കൾ വിതറുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളും യഹൂദ രാജാവിനെയും അതുപോലെ സൈമൺ മക്കാബി എന്ന് പറയുന്നത് മക്കാബിയ കുടുംബം പൗരോഹിത്യ കുടുംബമാണ്. അപ്പോൾ രാജാവിനെ എതിരേൽക്കുന്നതും പുരോഹിതനെ എതിരേൽക്കുന്നതും രാജാവിനെ എതിരേൽക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ് ഈ ഈന്തപ്പനയുടെ ഓലകളും അതുപോലെ ദക്കിലായുടെ അല്ലെങ്കിൽ ഒലിവിൻ്റെ വൃക്ഷങ്ങളും. എന്നാൽ പുരോഹിതനായിരിക്കുന്ന സൈമൺ മക്കാബി എതിരേൽക്കുമ്പോഴാണ് പൂക്കൾ വിതറി എതിരേൽക്കുന്നത്. യേശുക്രിസ്തു ഇത് രണ്ടുമാണ്. യേശുക്രിസ്തു രാജാവും പുരോഹിതനുമാണ്. അങ്ങനെ രാജാവും പുരോഹിതനും പ്രവാചകനുമായി യേശുവിനെ സ്വീകരിക്കുവാനായിട്ടാണ് ഇവർ ഇപ്രകാരം യഹൂദ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പൂക്കളും എല്ലാം വിതറി കർത്താവിനെ സ്വീകരിക്കുക എന്ന് പറയുന്നത്. ഇത് വിശുദ്ധ വേദപുസ്തകത്തിൽ നാം കാണുന്ന ഈ സംഭവം എന്താണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്? യേശുക്രിസ്തു യഥാർത്ഥമായി ഒരു രാജാവായിട്ടും അതുപോലെ പ്രവാചകനായിട്ടും ഒരു പുരോഹിതനായിട്ടും യെരൂശലേമിലേക്ക് പ്രവേശിക്കുന്നു. അദ്ദേഹം ഒരു മെശിഹ എന്ന് പറയുന്നത് രാജാവാണ്, പുരോഹിതനാണ്, പ്രവാചകനാണ് പഴയ ദൈവത്തിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് അങ്ങനെ യേശുവിനെ രാജാവും പുരോഹിതനുമായി എതിരേൽക്കുന്നതായ സമയത്ത് അതിൻ്റെ ഓർമ്മ അഥവാ ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കുന്ന ഈ സംഭവത്തിൽ അഥവാ ഈ സമയത്ത് നമുക്കെങ്ങനെയാണ് യേശുവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എതിരേൽക്കുവാൻ രാജാവായി സാധിക്കുന്നത്? രാജാക്കന്മാർ, ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ, രാജാക്കന്മാർ സാധാരണ കുതിരപ്പുറത്ത് കയറിയാണ് നടക്കുന്നത്. ഇത് ദൈവരാജ്യത്തിൻ്റെ രാജാവാണ്, ലോകരാജ്യത്തിൻ്റെ രാജാവാണ്. ദൈവരാജ്യത്തിൻ്റെ മഹത്വം, ദൈവരാജ്യത്തിൻ്റെ അടയാളം എന്ന് പറയുന്നത് വിനയവും സമാധാനവുമാണ്. അപ്പോൾ വിനയവും സമാധാനവും നൽകുന്നതാണ്. മറ്റേത് രാജത്വത്തിൻ്റെ പ്രൗഢിയും രാജത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നടക്കുന്ന യുദ്ധങ്ങളുമൊക്കെയാണ് കഴുതപ്പുറത്ത് കയറി രാജാവ് എന്നതിൻ്റെ അടയാളം. ഇവിടെ യേശു അതല്ല. യേശു വിനയത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആത്മാവാണ് തന്നിലുള്ളത്. അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതുന്ന സമയത്ത് പറയുന്നു, അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ന്യായപ്രമാണമാകുന്ന ശത്രുത ഇടിച്ചു കളഞ്ഞു എന്ന് പറയുന്നു. ആ വേലി കുടിച്ചു അഥവാ ആ മതിലിടിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ യഹൂദനും യവനനും അല്ലെങ്കിൽ മറ്റ് ജാതികളുമായിട്ടുള്ളതായ വേർതിരിവൊന്നും ഇല്ലാതെ യേശുക്രിസ്തുവിൽ സമാധാനം ഉണ്ടായ സംഭവമാണ്. അതുകൊണ്ട് ആ യേശുവിൻ്റെ സമാധാനത്തിൻ്റെയും വിനയത്തിൻ്റെയും അനുഭവമാണ് നമ്മളിലേക്ക് വരുവാനുള്ളത്. ഇന്ന് യേശുവിനെ നമുക്ക് സ്വീകരിക്കാനുള്ളത് പൂക്കൾ വിതറുന്നുണ്ട്, എന്നാൽ അതുപോലെ ഈന്തപ്പനയുടെ ഓലകൾ വിതറുന്നു, എല്ലാം വിതറുന്നതിൻ്റെ പിന്നിൽ നമുക്ക് യഥാർത്ഥമായ പൂക്കൾ വിതറുവാനുള്ളത് കർത്താവിൻ്റെ സന്നിധിയിലുള്ള സ്തോത്രങ്ങളാവുന്ന പൂക്കളാണ് നമുക്ക് വിതറുവാനുള്ളത്. അനുതാപത്തിൻ്റെ വസ്ത്രം വിരിച്ച്, അനുതാപമാണ് യേശുവിനെ സ്വീകരിക്കുവാൻ. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് യേശുവിനെ സ്വീകരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അനുതാപമാവുന്നതായ വസ്ത്രം വിരിച്ച് യേശുവിനെ സ്വീകരിക്കുക. അതുപോലെ സ്തോത്ര ശബ്ദങ്ങൾ നമ്മുടെ വായിൽ നിന്ന് ഉയരുന്നതായ പൂക്കൾ വിതറുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഓശാന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവരെന്നുള്ള ആർപ്പുവിളി ഉണ്ടാകുന്നത് അത് മറ്റുള്ളവരെ അറിയിക്കുകയാണ്. ഇത് യേശുവാണ്, ആ യേശുവാണെന്ന് മറ്റുള്ളവരെ അറിയിക്കുവാൻ, അഥവാ യേശു നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് മറ്റുള്ളവരെ അറിയിക്കുവാൻ ആവശ്യമായിരിക്കുന്നത് ക്രിസ്തീയമായ സുഹൃത ജീവിതം. ആ സുഹൃത ജീവിതത്തിൻ്റെ ആർപ്പുവിളികളാണ് നമുക്കിന്ന് ഉണ്ടാകുവാനായിട്ടുള്ളത്. അതുപോലെ യേശു ഒരു പ്രവാചകൻ എന്നുള്ള രീതിയിൽ തിന്മയ്ക്കെതിരായിരിക്കുന്ന ഒരു ധൈര്യമാണ് യേശുവിനുള്ളത്. യേശു ദേവാലയത്തിലേക്ക് വന്നിട്ട് അതിനുള്ളതെല്ലാത്തിനും ഓടിക്കും. അവർ ദൈവത്തിൻ്റെ ആലയം, പ്രാർത്ഥനാലയം എന്ന് കള്ളന്മാരുടെ പുകയാക്കി ചേർന്ന് ഓടിക്കുകയാണ്. അതൊരു പ്രവാചകന്റെ ദൗത്യമാണ്. ആ പ്രവാചകന്റെ ദൗത്യം നമ്മിലും ഉണ്ടാകണം. ആ ദൗത്യം എന്താണ് നമ്മിലുള്ളത്? ആ ദേവാലയത്തെ അശുദ്ധമാക്കുന്നതെല്ലാം ഓടിച്ചു കളയും. നമ്മളും ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവം വസിക്കുന്ന മന്ദിരമാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഓടിച്ചു കളയുവാനുള്ള ധൈര്യം, ആ കറേജ് ടു അവോയ്ഡ് ഈവിൾ ഡീഡ്സ് ഇൻ അവർ ലൈഫ്, അത് നമുക്ക് ഉണ്ടാവണം. ആ ധൈര്യമാണ് ഒരു പ്രവാചകന്റെ ധൈര്യമായിട്ട് നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ട്
പുതിയ ജീവിത ശൈലിക്കുള്ളതായിരിക്കുന്ന ധൈര്യം. പഴയ ശൈലി വിട്ടാൽ പിന്നെ എങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നത്? പഴയ തിന്മയുടെ മാർഗങ്ങളിൽ കൂടെ പോയി പരിചയിച്ചു പോയവർക്ക് അത് വിട്ടാൽ പിന്നീട് എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുന്നത്? എന്നാൽ അതിനുള്ളതായ ധൈര്യം നമുക്ക് വേണം. തിന്മയുടെ ശക്തി, തിന്മയുടെ പ്രവർത്തന ശൈലിയുടെ പരിപൂർണമായിട്ട് ഉപേക്ഷിക്കുവാനുള്ള ധൈര്യം നമുക്കുണ്ടാകുമ്പോഴാണ് യേശുവിൻ്റെ ആ അനുഗ്രഹം, യേശുവിൻ്റെതായിരിക്കുന്ന രൂപാന്തരം നമ്മുടെ ഹൃദയത്തിൽ വരുവാനായിട്ട് സാധിക്കുന്നത്. യേശു ക്രിസ്തു പുരോഹിതനാണ്. സൈമൺ മക്കാബി പുരോഹിതനായിരുന്നതുപോലെ യേശു ദൈവരാജ്യത്തിൻ്റെ പുരോഹിതനാണ്. ഈ ദൈവരാജ്യത്തിൻ്റെ പുരോഹിതനായ യേശുവിനെ നാം എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? അത് വിശുദ്ധ പൗലോസ്ലീഹ റോമാലേഖനം 12-ാം അധ്യായത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിപ്പിക്കുന്നുള്ളതാണ്. നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് യാഗമായി അർപ്പിക്കുന്നതാണ് നാം ഓരോരുത്തരും പുരോഹിതരായിരിക്കുന്നതിൻ്റെ അടിസ്ഥാനം. 1-ാമത്തെ പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നാം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവുമാണ്. രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാണ്. ഈ പൗരോഹിത്യം നമ്മൾ നിർവഹിക്കുന്നത്, അത് സഭയിൽ പൗരോഹിത്യം എല്ലാവരും നിർവഹിക്കുന്നത് അവരവരുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രസാദകരമായ യാഗമായി സമർപ്പിക്കുന്ന സമയത്താണ്. അതുകൊണ്ടാണ് നമ്മൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങൾ നടത്തുക. കാരണം പത്രോസ്ലീഹ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ജീവനുള്ള കല്ലായി അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ യാഗം കഴിപ്പാൻ തക്ക പുരോഹിത വർഗമാക്കേണ്ടതിനെ പണിയപ്പെടുന്നു എന്നുള്ളതാണ്. സോ വി ആർ ബീയിങ് ബിറ്റ് ആസ് എ priesthood and a priestly nation. ആ priestly nation ആകുന്ന സമയത്ത് we have to offer our own lives and our own body. In 1 Corinthians chapter 6 and verse 20, it says that glorify God by your body. Glorify God by your body by sacrificing it. എങ്ങനെയാണ് സാക്രിഫൈസ് ചെയ്യുന്നത്? ആ തിന്മയ്ക്കായിട്ട് ശരീരത്തെ വിട്ടുകൊടുക്കാതെ നന്മയ്ക്കായിട്ട് ശരീരത്തെ നിലനിർത്തുവാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥമായ പൗരോഹിത്യ ശുശ്രൂഷയായിട്ട് നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുന്നത്. കർത്താവും അത് തന്നെയാണ് പറയുന്നത്. ദേവാലയത്തിലേക്ക് പ്രവേശിച്ച് അതെല്ലാം ശുദ്ധിയാക്കി എല്ലാം കളഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ്? തൻ്റെ മഹത്വകരമായ ഓശാന അഥവാ രക്ഷ നമുക്ക് യാഥാർത്ഥ്യമാകുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന്, അഥവാ നമ്മുടെ ശരീരമാകുന്ന ഈ ദേവാലയത്തിൽ നിന്ന് ഈ തിന്മകളുടെ എല്ലാ ഭാവങ്ങളെയും മാറ്റിക്കളയുവാൻ സാധിക്കുന്ന സമയത്താണ് ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി തീരുവാൻ നമുക്കിടയാകുന്നത്. അതിന് നമ്മുടെ ജീവിതം പ്രയോജനപ്പെടട്ടെ എന്നുള്ള ആശംസയോടെ എൻ്റെ വാക്കുകൾ